ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത് തക്കാളി സാദം. തക്കാളി സാദത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ ഫസ്റ്റ് അവിടെ കണ്ടത്. കുറച്ച് ചെറിയുള്ളി വേണം, പിന്നെ കുറച്ച് നമ്മൾ തക്കാളി സാദം എന്ന് പറയുമ്പോൾ തക്കാളി ഇല്ലാണ്ട് തക്കാളി സാദം ഇല്ലല്ലോ. കുറച്ച് തക്കാളി, പിന്നെ അതിന് ശേഷം അരി. നമ്മളിവിടെ എടുത്തിരിക്കുന്ന അരി പൊന്നിയരിയാണ്. ഈവൻ സോയാബീനും ആഡ് ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ തിളച്ചതിന് ശേഷം നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതിന് ശേഷം നമ്മളത് കുറച്ച് നേരം വഴറ്റിക്കൊണ്ടിരിക്കണം. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ടാണ് കുക്ക് ചെയ്യാൻ, ഓൾറെഡി പറഞ്ഞു തോന്നുന്നു. ഇതെൻ്റെ ഫ്രണ്ടാണ് കുക്ക് ചെയ്യണത്. നമ്മൾ ഭയങ്കര ഹൈ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് എന്താവുമെന്ന് അറിയില്ല എന്ന് വിചാരിച്ചു, പക്ഷേ ആക്ച്വലി നന്നായി വന്നു. ഇനി അതിന് ശേഷം നമ്മളത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആയതിനു ശേഷം ഇത് നമ്മൾ സോയാബീൻ ഇട്ടിട്ട് പിന്നെയും നമ്മൾ കുറച്ച് ഇളക്കി. അതിന് ശേഷം നമ്മൾ അരി കഴുകിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ്. ഇത് ആക്ച്വലി കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം നമ്മൾ ഏകദേശം നമ്മളിട്ട സംഭവം മൂടുന്ന അത്ര നമ്മൾ വെള്ളം ഒഴിക്കണം. അതിന് ശേഷം ഉപ്പ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉപ്പ് എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് കമ്മിയാണ്, അപ്പോൾ ഉപ്പ് ഇട്ടു. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ തക്കാളി സാദം നന്നായിരുന്നത്. ഇത് ഞങ്ങൾ രാത്രി കഴിക്കാൻ പോയതാണ്. ദോശയാണ് എല്ലാ ദിവസവും നമ്മൾ ഏകദേശം കഴിക്കാറ്. അപ്പോൾ ബൈ.